നീത്ത് വെച്ച മീൻ കുഴമ്പ് എന്നെ ഇഴുക്കുതയ്യാ. ഈ മീൻകറി എന്ന് പറയുന്ന ഒരു സംഭവം എന്തൊരു സംഭവം അല്ലേ. അപ്പോൾ നല്ല എരിവും പുളിയുമുള്ള അടിപൊളി മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. വെൽക്കം ടു ഡേസ്ഡ് ഇൻ ഫ്ലേവർ. ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാൽമൺ ഫിഷ് കിട്ടി. അത് കൊണ്ടുവന്ന് നല്ല വാഷ് ചെയ്ത് ക്ലീൻ ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് വെച്ചു. ഇതിപ്പോൾ ഏകദേശം 1 കിലോ ഉണ്ട്. ഇപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യമുള്ള സംഭവങ്ങൾ: നല്ല വെല്ലുള്ളി ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ്, ഒരു പിടി കരിവേപ്പില, ഒരു 4 പച്ചമുളക് ചെറുതായി നുറുക്കിയത്, ഒരു 1/2 ടീസ്പൂൺ ഉലുവ. പിന്നെ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ ഇത് കൊടംപുളി വെള്ളത്തിലിട്ടത്, ഞാനൊരു 15 മിനിറ്റ്സ് ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. പിന്നെ ഇത് നല്ല മുറിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ സാൽമൺ. പിന്നെ ഈ കൊടംപുളി ഞാനൊരു 10 കൊടംപുളി എടുത്തിട്ടുണ്ട്, അതൊരു 10 മിനിറ്റ്സ് വെള്ളത്തിൽ. പിന്നെ ഈ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പേസ്റ്റായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടിക്കുമ്പോൾ അത് കറിക്ക് നല്ലൊരു ബേസ് കിട്ടും, നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. ഇപ്പോൾ ഒരു സുന്ദരൻ മൺചട്ടി എടുത്ത് അത് ചൂടായതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും കൂടി ഇടുന്നു, കൂടെ പച്ചമുളകും, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടുക. ഇപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു സിമ്മിലായിരിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും എളുപ്പം. ഇതിപ്പോൾ നമ്മൾ ഒന്ന് എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ചേഞ്ച് ആവുന്നവരെ ഇത് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇടാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 15 നിമിഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് ഗ്രേവി പരുവത്തിനായി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേസ്റ്റ്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ പേസ്റ്റ് ഇതിനകത്ത് ഒഴിക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ കാണാൻ തന്നെ എന്ത് ചന്തമുണ്ട് അല്ലേ. ഇത് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഇതിങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ, ആ മുളക് പൊടീൻ്റെ ഒക്കെ ഒന്ന് മണം, ഒന്ന് കുത്തൽ മണം മാറാൻ വേണ്ടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം. പിന്നെ കശ്മീരി ചില്ലി യൂസ് ചെയ്യാം. കശ്മീരി ചില്ലി യൂസ് ചെയ്താൽ കറിക്ക് നല്ല കളർ വരും. അല്ല നമ്മുടെ കയ്യിൽ കശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നമ്മൾ റെഗുലർ മുളക് പൊടിയും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിനായി. കണ്ടോ, എണ്ണ നല്ല തെളിഞ്ഞ്, അറ്റം മുഴുവൻ എണ്ണ നല്ല തെളിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കാം. ഈ എരിവിനൊപ്പം നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കൊടംപുളിയും കൂടെ ചേർക്കാം. എരിവും പുളിയും ഉപ്പും ഒക്കെ ആകുമ്പോൾ എനിക്ക് വയ്യ. ഇപ്പം തന്നെ എന്ത് മണമെന്നറിയോ കറിക്ക്. ഇതിപ്പോൾ നന്നായിട്ടൊരു തള വരണം. കണ്ടോ, ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഞാൻ ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ പിന്നെ വെച്ച് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കും. അപ്പോൾ ഈ ചാറെല്ലാം കൂടെ ആ മീനിൽ എങ്ങനെ കിടന്ന് തിളച്ച് നന്നായിട്ടൊരു ഫ്ലേവർ ഇറങ്ങും. മീൻ ഓരോ പീസുകളായിട്ട് ഞാൻ ഉടയ്ക്കാതെ ഇപ്പോൾ കറിക്കകത്ത് ഇടുകയാണ്. ഇതിപ്പോൾ എല്ലാം ഇട്ടു. ഇപ്പോൾ കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വെക്കാം. മീനൊന്ന് വേവട്ടെ. നന്നായിട്ട് തിളച്ചു. ഞാനൊരു 10 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. തിളച്ചു വന്നു. ഇതിനകത്ത് വെളിച്ചെണ്ണയും ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇടാം. ഇത് നല്ല മണം വരും അവസാനം. ഈ വെളിച്ചെണ്ണയും കരിവേപ്പിലയും അവസാനം ഇടുമ്പോൾ കറിക്ക് നല്ല മണം വരും. ഇതിപ്പോൾ നല്ല വറ്റിക്കുക. അങ്ങനെ ഇതിനി ഒരു 10 മിനിറ്റ്സും കൂടെ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ അടിപൊളി ഫിഷ് കറി റെഡി. ഇതിൻ്റെ കളറും ആ പീസുകളുടെ കിടപ്പും കണ്ടോ, എടുത്ത് തിന്നാൻ തോന്നൂല്ലേ. ഞാൻ എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം, പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് കപ്പ,
അപ്പോൾ എല്ലാം കൂടെ ഉണ്ടാക്കി കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെയും കപ്പയുടെയും റെസിപ്പി അറിയണമെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതുപുത്തൻ വീഡിയോകളോടെ നമുക്ക് വീണ്ടും കാണാം.